ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ സുന്ദരി പൂച്ച വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹാള് തുറക്കുമ്പോഴേ അവളിവിടെ ഇങ്ങനെ ഇരുത്തിയാവും. പിന്നെ രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഇരുത്തിയിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും എപ്പോഴും ഏത് സമയവും നമ്മളെ കൂടെ വരികയും കിച്ചണിലോട്ട് വരികയൊക്കെ ചെയ്യും. അവൾ നല്ലൊരു കൂട്ടാണ്. കുട്ടികൾ കണ്ടുകൊണ്ട് അവരിതുവരെ താഴെ എടുത്തിട്ടില്ല. കാരണം പട്ടികൾ പിടിച്ചുകൊണ്ട് പോകുമെന്ന് വെച്ചിട്ട് കുട്ടികളെ എടുത്തിട്ടില്ല. കുട്ടികൾ വീടിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പം ഇവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഫുഡ് അതിനെടുത്തോട്ട് കൊടുക്കും, പിന്നെ ഞാൻ കൊണ്ടുവയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ തുറന്നപ്പോൾ തന്നെ ആളിങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പോൾ ഇനി പോയി നമുക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറണം രാവിലെ. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിന്ന് സ്പെഷ്യൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസുകൾ കാണാം. ഓക്കെ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പില്ലേ ഇട്ട്, കറിവേപ്പില, സവാള, പിന്നെ കുറച്ച് നെയ്യും കൂടി. ഇതാണ് എടുത്തിരിക്കുന്ന മിൽമയുടെ. പിന്നെ റവയുണ്ട്. അപ്പോൾ എലൈറ്റിൻ്റെ റവയാണിത്. കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ എടുത്തിട്ട് ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നുണ്ടായിരുന്നു നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നല്ല അടിപൊളി ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഉപ്പുമാവ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ രാവിലെയാണ്, അപ്പോൾ ഇനി ചായക്കൂടി വെള്ളം വെക്കണം, അതായത് കട്ടൻ കാപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനും കൂടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ പാനിൽ വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രാവിലെ നല്ല തിരക്കുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റ് 2 പേര് വരും. അപ്പോൾ ആരാന്നൊക്കെയുള്ള നമ്മളെ വീഡിയോയിൽ കാണാം. എൻ്റെ റിലേറ്റീവ്സാണ്. അപ്പോൾ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ വെക്കേഷനല്ലേ, അപ്പം മക്കളോട് കളിക്കാനും മക്കളെ കാണാനുമായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഇതിപ്പോൾ രാവിലെ നമ്മൾ റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം കുറച്ച് നെയ്യ് നമുക്ക് ഒഴിക്കാൻ്റെ ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 സ്പൂൺ, അളവില്ല, എത്ര ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കാരണം നെയ്യല്ലേ, അപ്പം നല്ല രുചിയാണ്. ഉപ്പുമാവ് നല്ല രുചിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി അതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് കടുക് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 4 സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് ടിന്നിൽ നിന്ന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ഐറ്റം ഉണ്ട്: കടുക്, ജീരകം, ഉലുവ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു സ്ഥലവും നമുക്ക് ലാഭിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമല്ലോ, ഒറ്റ ഇതിൽ തന്നെ 4 ഐറ്റംസ് ഇടാൻ പറ്റുമല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇട്ടിട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം പരിപ്പിടുന്നുണ്ട്. അപ്പം പരിപ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉലുവ ഇത് എന്താണ്, നമുക്ക് ഉഴുന്ന് വേണമെങ്കിലും ഇടാം, അതല്ലെങ്കിൽ തോരൻ പരിപ്പും കൂടി ഇടാം. അപ്പോൾ ഉഴുന്ന് വേണമെങ്കിൽ മാത്രം തോരൻ പരിപ്പ് അതുപോലെ തന്നെ. പിന്നെ ഇതുപോലെ നട്സാൻ്റെ പരിപ്പ്, മുന്തിരി, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തിട്ടാലും മക്കളെടുത്ത് കളയും. അതുകൊണ്ടിട്ട് ഞാനതൊന്നും ഇടാറില്ല. ചില സമയങ്ങളിൽ ഇടാറുണ്ട്, പക്ഷേ ഇപ്പോൾ പിന്നെ ഇതിലൊന്നും അങ്ങനെ ഇടത്തില്ല. എന്ത് ഇട്ടാലും അവർ മാറ്റി വയ്ക്കും, എന്നിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം പരിപ്പുണ്ട്, പച്ചമുളകുണ്ട്. ഈ പരിപ്പൊന്ന് ബ്രൗൺ നിറം വരെ നമുക്ക് വറുത്തെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ നിറം വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടി ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇപ്പോൾ തന്നെ കളർ ചേഞ്ചായി വരുന്നുണ്ട്, ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടെ, ബ്രൗൺ നിറമായിട്ട് വരട്ടെ. അങ്ങനെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം.
ഇത് നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം, നെയ്യിൽ വഴറ്റിയെടുക്കണം ഉള്ളി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന ഈ ഉള്ളിയും എല്ലാമൊക്കെ വെന്ത് ആ മുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഇതാ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, സാധാരണ അങ്ങനെ ആരും ഇടാറില്ല, എന്നാൽ ചിലരിടാറുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി വേണമെന്ന് നിർബന്ധമില്ലെങ്കിലും കുറച്ചൊരു കളർ ചേഞ്ചിന് വേണ്ടി, അപ്പോൾ ഒരു യെല്ലോ കളറായിട്ട് വരും, അപ്പോൾ ലൈറ്റ് യെല്ലോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടെടുക്കാം. മഞ്ഞൾ ഏതിനും ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ കറികൾക്കായാലും ഏത് ഫുഡ് ഉണ്ടാക്കുന്നെങ്കിലും, അതായത് ചേർക്കേണ്ട കാര്യങ്ങൾക്ക് ചേർക്കുന്നത് കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നെയ്യൊക്കെ കണ്ടാൽ തിളച്ച്. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ല, എൻ്റെ ആവശ്യത്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ വീട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇനി അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റവ തട്ടി കൊടുക്കാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അതിൻ്റെ ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പൊക്കെ വീണ്ടും ഇട്ട് നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റവ തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റവ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവിയിൽ നിന്ന് കുറഞ്ഞ തീ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെന്ത് റെഡിയായി, നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് മാങ്ങയുണ്ട്. പിന്നെ പച്ചക്കറി തിന്നപ്പോൾ നമ്മൾ ഉച്ചയ്ക്കിന് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം, അതായത് വഴുതന വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ വെണ്ടയ്ക്ക അത് ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ചക്കയുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ചക്ക കിട്ടുമ്പോഴത്തേക്കും കുറച്ച് അരിഞ്ഞ് ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്കിപ്പോൾ ചക്ക അരിഞ്ഞിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ കവറുകളിൽ ചെറിയ ചെറിയ പാക്കറ്റാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചക്ക നമുക്ക് കട്ട് ചെയ്ത് അരിഞ്ഞ് ചൂട് വെള്ളത്തിലിട്ടൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഉണക്കി വെച്ചിരുന്നാലും നമുക്ക് ചക്കയുടെ സീസൺ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെ എടുത്ത് കറി വയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ അരിഞ്ഞ് ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ ഇക്ക വരുന്ന ടൈമിൽ, അതായത് ചക്കയൊന്നും ഇല്ലാത്തൊരു സീസണായിരിക്കും, അപ്പോഴത്തേക്കും എടുത്ത് കറി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടാനായിട്ട് വെക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും ഐസ് അങ്ങ് പോവും. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ടാണ് ഫ്രീസറിൽ വയ്ക്കുന്നത്. നമുക്ക് ചക്ക കഴിക്കണമെന്ന് തോന്നുന്ന ടൈമിൽ നമുക്ക് ചക്ക എടുത്ത് കറി വയ്ക്കാമല്ലോ. അപ്പോൾ അത് ഇല്ലാത്ത സീസൺ വരുമ്പോൾ, ചക്കയുടെ സീസൺ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഐസ് പോവും. അതിന് ശേഷം നമുക്ക് കറി വയ്ക്കാം. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇതെല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കാപ്പി കുടിക്കുന്ന ടൈമായി. അങ്ങനെ ഉപ്പുമാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഉപ്പുമാവിൻ്റെ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജുമാൻ ഇവിടെ തൂത്തിരുന്നുണ്ട്, അതായത് ക്ലാസ്സിന് പോകണം. അപ്പോൾ അതിന് മുന്നേറ്റൊന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടിരിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അതായത് നല്ല പുറത്ത് ചൂടുണ്ട്, നല്ല ചൂട്. അപ്പോൾ ക്ഷീണിച്ചു പോയി ആൾ പോയിട്ട് വന്നിട്ട്.
അങ്ങനെ ക്ഷീണിച്ചതാ ഇവിടെ ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വീടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ എല്ലാം തൂത്ത് തുടച്ച് ഫുള്ള് ക്ലീനൊക്കെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് രണ്ട് ഗസ്റ്റുകളുണ്ട്. അതായത് എൻ്റെ റിലേറ്റീവ്സാണ്, പിന്നെ എൻ്റെ മച്ചാടെ പെണ്ണും മോളുമൊക്കെയാണ്. അപ്പോൾ അവർ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചക്കരയെ കാണാനായിട്ട് ചക്കരയുടെ വീട്ടിൽ പോകാനായിട്ട്. അപ്പം വീഡിയോയിൽ കാണാൻ ആരൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഗേസ് നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകളതായി ഇവരൊക്കെ എന്താ, ഇതെൻ്റെ മച്ചാടെ പെണ്ണാണ് ജുമാന, ഇവിടെ ഉള്ളത് തന്നെ ഇതായിരിക്കുന്ന മോള്. അപ്പുറം ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറ. ഹായ് അക്കു, ഹായ് പറ. അങ്ങനെ നമ്മളിതാ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ ആരെ കാണാൻ പോയണം നമ്മൾ? ചക്കര താത്തയെ കാണാൻ പോയണം. ഫോൺ ഇട്. ഇപ്പോഴേ എൻ്റെ സഹോദരൻ വിളിക്കുകയാണ്, കാരണം റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ കേസ് നമ്മുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ കുഴലടിക്കുന്നു. അപ്പം അവർ കിണറ്റിൽ വെള്ളമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് കുഴലടിക്കുന്നു. ആ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ബേക്കിലടിക്കുന്നു. ഗേസ് രാത്രി ആയിട്ടുണ്ട്. അപ്പം സംഭവം എന്തായാലും കുഴലടിച്ച് വെള്ളമൊക്കെ കണ്ടു. പിന്നെ അതാ ഇവിടെ ബംഗാളികൾ കുക്ക് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. അവർ ചോറുണ്ടാക്കുന്നു, കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞങ്ങളതാ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. പിന്നെ നാക്കും എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചക്കരയുണ്ട്, ആൾ കുളിക്കുന്നു. ഞാൻ പിന്നെ അധികം വീഡിയോയിൽ എടുത്തിട്ടില്ല, അവൾ കുളിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വരാനായിട്ടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ വരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, ബൈ ബൈ.